ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുന്തിരി പ്രൂൺ ചെയ്ത് നമുക്ക് എങ്ങനെ അതൊരു നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു 2.5 വർഷമായ മുന്തിരിയാണ്. എനിക്ക് ആദ്യത്തെ വർഷം തന്നെ നല്ല രീതിയിൽ വിളവ് കിട്ടിയ ഒരു മുന്തിരിയാണ്. അപ്പോൾ ഇത് കൂടുതൽ ശാഖകളില്ലാത്തതുകൊണ്ട് ഞാനത് പ്രൂൺ ചെയ്യുകയാണ്, നല്ല രീതിയിൽ പ്രൂൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രൂൺ ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പായിട്ട് നമുക്ക് വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ 1/2 കിലോ വീതം വെള്ളത്തിൽ കലക്കി വെച്ചതിന് ശേഷം, പുളിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചുവട് ഒരു റൗണ്ട് രീതിയിൽ അല്ലെങ്കിൽ അതിന് സൈഡിലായിട്ട് ഒരു ചാല് കീറി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പ്രൂൺ ചെയ്യാവൂ. പ്രൂൺ ചെയ്തതിന് ശേഷം പിന്നീട് മണ്ണിര കമ്പോസ്റ്റ് അങ്ങനെ എല്ലാം കൊടുക്കാം. ഏകദേശം 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ മുന്തിരി പിടിച്ച് വരും. അപ്പോൾ മുന്തിരി പ്രൂൺ ചെയ്തതിനെക്കുറിച്ച് കൂട്ടുകാർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇനി ഞാൻ അടുത്ത പ്രാവശ്യം പ്രൂൺ ചെയ്യുമ്പോൾ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇത് ജ്യൂസ് മുന്തിരിയല്ല, നമ്മുടെ നല്ല ചുവന്ന മുന്തിരിയാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പുകൾ എല്ലാം ഞാൻ തൈകളാക്കി നഴ്സറിയിൽ കൊടുക്കുകയുണ്ടായി. നല്ല വില കിട്ടുകയും ചെയ്തു. ഏകദേശം ഒരു 3000-3500 രൂപയുടെ തൈകൾ ഞാൻ അവർക്ക് കൊടുക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. കാരണം ഇത് പ്രൂൺ ചെയ്ത് കളയുന്ന കമ്പുകൾ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ച് കാശുണ്ടാക്കാൻ കഴിയും. അതിന് നമുക്ക് വേറെ ചെടികൾ വാങ്ങുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോളിത്തീൻ ബാഗുകളിൽ നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നിറച്ചതിന് ശേഷമാണ് ഈ കമ്പുകളെല്ലാം നട്ടുവെച്ചത്. നട്ടതിന് ശേഷം നല്ല രീതിയിൽ നല്ല തണലുള്ള ഭാഗത്ത് എന്തെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നനച്ചു കൊടുക്കുകയും ചെയ്തു. നല്ല രീതിയിൽ അത് വേര് പിടിച്ച് തൈകളായി കിട്ടി. ഏകദേശം 98% എനിക്ക് പിടിച്ച് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വെച്ച തൈകളിൽ ഒരു 4-5 എണ്ണമേ ഇതുപോലെ തളർത്ത് വരാതെ ഉണങ്ങിപ്പോയുള്ളൂ. ബാക്കിയെല്ലാം പിടിച്ച് കിട്ടിയതിൽ മിക്കതിലും പൂക്കളും ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് പൂക്കൾ നല്ല രീതിയിൽ പൂക്കളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നഴ്സറിയിൽ കൊടുത്താൽ ആൾക്കാർക്ക് നല്ല രീതിയിൽ അവർക്ക് വാങ്ങാൻ തോന്നും. കാരണം പൂക്കളും കൂടെ ഉള്ളതുകൊണ്ട് വിശ്വസിച്ച് അവർ വാങ്ങും. മാത്രവുമല്ല, നമ്മുടെ കാലാവസ്ഥ സാധാരണ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന തൈകളായിരിക്കും കൂടുതലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ പിടിച്ച് കിട്ടിയ ഒരു മുന്തിരിയുടെ തൈകളാണ്. അപ്പോൾ വിശ്വസിച്ച് ആൾക്കാർക്ക് വാങ്ങുകയും ചെയ്യാം. കുറേയധികം കമ്പുകൾ ഞാൻ ഇതുപോലെ ചട്ടികളിലൊക്കെ നട്ടുവെച്ചു. എല്ലാം മുളച്ച് കിട്ടിയിട്ടുണ്ട്. അതും ജനുവരി മാസത്തിലാണ് ഞാൻ ചെയ്തത്. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ തന്നെ നമുക്ക് എല്ലാം തൈകളായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും നല്ല രീതിയിൽ പ്രൂൺ ചെയ്തു. കാരണം ശാഖകൾ കുറവായിരുന്നു. അപ്പോൾ ഈ ശാഖകൾ ഉണ്ടാവാൻ വേണ്ടിയും കൂടിയാണ് പ്രൂൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് കൂട്ടുകാർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇലകൾ മുഴുവനായിട്ട് നമ്മൾ നുള്ളിക്കളയണം. അതിന് കവാത്തെന്ന് പറയും. ആ ഇലകൾ മുഴുവനായിട്ട് നുള്ളിക്കളഞ്ഞതിന് ശേഷം ഒരു 3-4 മുട്ട, അതായത് 1 അടി അകലത്തിൽ വെച്ചാണ് ഇതെല്ലാം കട്ട് ചെയ്യുന്നത്. ഈ സൈഡിലോട്ട് പോകുന്ന ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്ത ബ്രാഞ്ചുകളിൽ പുതിയ നാമ്പുകൾ വരുന്നതിനോടൊപ്പം തന്നെ പൂക്കളും ഉണ്ടാകും. അപ്പോൾ അതിനു മുമ്പ് നല്ല രീതിയിൽ നമ്മൾ ജൈവവളം കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ പൂക്കൾ. അതുപോലെ പ്രൂൺ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് ദിവസം നല്ല വെള്ളമൊന്നും ഒഴിക്കാതെ ഇട്ടതിന് ശേഷം മാത്രം പ്രൂൺ ചെയ്യുക. കാരണം എന്നാൽ മാത്രം ഒന്ന് വാടിയതിന് ശേഷം മാത്രം പ്രൂൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ വെള്ളവും കൊടുക്കുക. വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ തിളർപ്പുണ്ടായി ഇതുപോലെ പൂക്കളുണ്ടായി വരും. ഇതിപ്പോൾ എൻ്റെ തൈകളിൽ ഉള്ള പൂക്കളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ചില നഴ്സറികളിലൊക്കെ കൊണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങുകയും വില കുറച്ച് വാങ്ങും. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ തൈകളാക്കി നഴ്സറികളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങുകയും നമുക്ക് കുറച്ച് പണം കിട്ടുകയും ചെയ്യും. ആ പൈസ കൊണ്ട് നമുക്ക് പുതിയ ചെടികൾ വാങ്ങുകയോ ഒക്കെ ചെയ്യാം. ഏകദേശം 1 മാസം കൊണ്ട് നല്ല രീതിയിൽ ഇത് വേര് പിടിച്ച് കിട്ടുന്നതാണ് ഈ മുന്തിരി തൈകൾ. നമ്മളിങ്ങനെ കുത്തിവെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറായിട്ടുള്ള കമ്പുകൾ വേണം നമ്മൾ നടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. പിന്നീടുള്ളത് ഒരു 2 വർഷമെങ്കിലും പഴക്കമുള്ള മുന്തിരിയിൽ നിന്ന് വേണം നമ്മൾ ഈ കമ്പുകൾ ശേഖരിക്കാൻ. നമ്മൾ വാങ്ങുന്ന കമ്പുകൾ എത്രത്തോളം അങ്ങനെ 2 വർഷമായതാണെന്നൊന്നും പറയാൻ കഴിയില്ല.
ഇത് വീട്ടിൽ ചെയ്തുകൊണ്ട് എനിക്കറിയാം ഇത് 2.5 വർഷം ആയ മുന്തിരിയാണ്. അപ്പോൾ അതിൻ്റെ കമ്പുകളാണ് ഞാൻ ഈ നട്ടത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.